മുരിങ്ങയുടെ പൂവ് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എപ്പോഴും നമ്മൾ മുരിങ്ങയുടെ ഇലയും മുരിങ്ങയുടെ കായും ഒക്കെ അല്ലേ വെക്കാറുള്ളത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പൂവ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മുരിങ്ങയുടെ പൂവ് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിൽ ഊറ്റി വെക്കാം കേട്ടോ, വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇതാ ഒരു 1/3 കപ്പ് തുവരപ്പരിപ്പ് ഒന്ന് കഴുകി എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചതും പിന്നെ ഒരു പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പരിപ്പൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ കുതിരാത്ത പരിപ്പാണ്, അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമേ. അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണും തന്നെ മതി കേട്ടോ, അതിൽ കുറവായാലും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് വേണ്ട. ചെറിയൊരു ഫ്ലേവറിനുള്ളത് മാത്രം മതി. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തരികളൊന്നുമില്ലാതെ ഇതുപോലെ നല്ല ഫൈനായിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ഒരു മുരിങ്ങയുടെ പൂവുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങയുടെ പൂവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വേവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരൊറ്റ വിസിൽ മാത്രമേ വരുത്തുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ മുരിങ്ങയുടെ പൂവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കട്ടിയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ ലൂസാക്കേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കുക്കറിൽ നിന്നൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ, ഇതുപോലൊരു പാത്രത്തിലേക്ക്, മൺപാത്രത്തിലേക്ക്. ഇനി ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്നങ്ങ് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക്, 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പരിപ്പും മുരിങ്ങാപ്പൂവും കൂടെ ഈ ഒരു കറി സൂപ്പർ കറി തന്നെയാണ് കേട്ടോ, ഇങ്ങനെ ഈ ഒരു മിക്സിൽ വെച്ചാൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.